മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മെയ് 2 നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് 3,95,000 ആൾക്കാരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 3,95,000 ആൾക്കാർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഭൂരിഭാഗം ആൾക്കാരും അവരുടെ പ്രിപ്പറേഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 3,70,000 ആൾക്കാരും അവരുടെ പ്രിപ്പറേഷൻ ഇതുവരെ തുടങ്ങിപ്പോലും കാണത്തില്ല. ബാക്കിയുള്ള 25,000 ആൾക്കാരായിരിക്കും പഠിക്കുന്നത്. അതിലൊരു ശതമാനം ആൾക്കാരായിരിക്കും ഏറ്റവും നന്നായിട്ട് അവരുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് ഉറപ്പാണ് ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്തുള്ള ക്വസ്റ്റ്യനും ഇതാണ്. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എല്ലാവരും ഹൈ ആയിരുന്നു. എനിക്ക് എക്സാം നേടണം, പഠിക്കണം, ആ ആവേശവും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു മൊമെന്റിൽ വെച്ച്, ഏതോ ഒരു സന്ദർഭത്തിൽ വെച്ച് ആ ഒരു തീവ്രത ബാക്കിയെല്ലാം പൊക്കാണ്. ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ചൂടായത്. ഇനി എല്ലാവരുടെയും മനസ്സിനകത്തുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ഇതാണ്: ഇനി ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി പഠിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. നിങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കും. നമുക്കതിന്റെ സാധ്യതകൾ ഒന്ന് പരിശോധിക്കാം. എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത? എത്രത്തോളം നിയമനം നടക്കും? ഇത് മിസ്സാക്കിയാൽ അടുത്ത് ഇതേപോലത്തെ ഒരു ചാൻസ് വരാനുണ്ടോ? അഥവാ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് കയറി വന്നോടാം. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഒന്ന് കണ്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ്, ഞാനിപ്പോ എല്ലാ നോട്ടിഫിക്കേഷനും കമ്പയർ ചെയ്യുന്നില്ല. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു പ്രശ്നമുണ്ട്. നിലവിൽ പെൻഷൻ ഇല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവാം. പക്ഷേ സാലറി ബാക്കിയെല്ലാം ഹൈ ആണ്. ഓരോ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാം ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്നത് അതിന്റെ പരീക്ഷയാണ് മെയ് 2 നടക്കാൻ പോകുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, അങ്ങനെ ഒത്തിരി പരീക്ഷകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ എക്സാം മെയ് 2 നടക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് നടക്കാൻ പോകുന്ന നിയമനങ്ങൾ 4,000+ അഡ്വൈസ് ആയിരിക്കും ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം കൂടെ ചേർത്തിട്ട് 4,000+ നിയമനങ്ങളാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും അടുത്ത നോട്ടിഫിക്കേഷനിലും, അതായത് ഇപ്പൊ വന്നേക്കുന്ന നോട്ടിഫിക്കേഷനിലും ഇത്രത്തോളം നിയമനം നടക്കും, സംഭവിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച KSFIയിലെ സീനിയർ മാനേജർ ആയിരുന്ന ഗിരീഷ് സാറിന്റെ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിന് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് KSFIയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1 കോടി കസ്റ്റമേഴ്സിലേക്ക് KSFIയെ എത്തിക്കുക. ഇന്ന് 59 ലക്ഷം ആൾക്കാരിലേക്ക് എത്താൻ പറ്റി. ബാക്കി 1 കോടി ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. 2, കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും KSFIയുടെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് രണ്ടുമാണ് KSFIയുടെ ലക്ഷ്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ ട്രില്യൺ ബിസിനസ് നടന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, അവിടെ ഇന്ന് ഏതാണ്ട് 640 650 ബ്രാഞ്ചസ് ആണ് KSFIക്ക് ഉള്ളത്. നിങ്ങൾ സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ മാസം കഴിയും തോറും KSFIയുടെ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഇന്നലെ പോലും ടെക്നോ പാർക്കിലെ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ബിൽഡിംഗിൽ പോലും KSFIയുടെ ഒരു ഈവനിങ് ബ്രാഞ്ച് വന്നു. കേരളത്തിലാകെ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇപ്പോൾ 640 ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഭൂരിഭാഗം ബ്രാഞ്ചുകളും സ്ഥിതി ചെയ്യുന്നത് കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പാലിറ്റിയിലും ബാക്കിയെല്ലാമായിരിക്കും. സോ ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട്, ഒരുപാട് ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം കുറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് KSFIയുടെ വളർച്ച ഇനി അങ്ങോട്ട് കൂടുതൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലും ഏറ്റവും അധികം നിയമനം നടക്കാൻ പോകുന്നത് KSFIയിൽ തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾ കയറുന്ന സമയത്ത് തന്നെ 50,000+ സാലറി ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ 4,000 അഡ്വൈസ് അതൊരു ചെറുതല്ല. ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളും കൂടെ ചേർത്തെടുത്താൽ പോലും എത്ര നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ? ഒരു 1,500 അഡ്വൈസ് മാത്രമേ പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, അങ്ങനെ കേരള PSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ചേർത്തെടുത്താൽ പോലും 1,500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4,000+ നിയമനങ്ങളാണ് ഫില്ലാവാൻ പോകുന്നത്. അപ്പോൾ അതൊരു ചെറിയ നമ്പർ അല്ല. മക്കളെ ആലോചിച്ച് നോക്കണം. 3,95,000 ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് 4,000 പേർക്ക് ജോലി. എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തേക്കുന്ന 98-ൽ ഒരാൾക്ക് ജോലി, അല്ലെങ്കിൽ 99-ൽ ഒരാൾക്ക് ജോലി. ഇതാണ് സാധ്യത. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഇത്രയും കുറവ് കോമ്പറ്റീഷൻ ഉണ്ടോ? അപ്ലൈ ചെയ്തേക്കുന്ന 98-ൽ ഒരാൾക്ക് ജോലി, 99-ൽ ഒരാൾക്ക് ജോലി, സാധ്യത ഇല്ല. അപ്പൊ എന്നോടൊരു കുട്ടി ചോദിക്കുകയാണ്, ഞാൻ കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, അല്ലെങ്കിൽ VFAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? ഞാൻ ഉറപ്പായിട്ടും പറയത്തുള്ളൂ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എല്ലാവരുടെ മനസ്സിനകത്ത് നേരെ തിരിച്ചാണ്. VFA ആകുമ്പോൾ പെട്ടെന്ന് എക്സാമിന് ക്രാക്ക് ചെയ്യാം, കമ്പനി ബോർഡ് LGS ആകുമ്പോൾ പെട്ടെന്ന് എക്സാമിനെ ക്രാക്ക് ചെയ്യാം. അങ്ങനെയല്ല.
സാധ്യത ഏറ്റവും കൂടുതൽ ആർക്കാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. കാരണം ഒന്ന്, ഇത്രയധികം വേക്കൻസി ഉണ്ട്. ദെൻ കോമ്പറ്റീഷൻ, അപ്ലൈ ചെയ്യുന്ന 98 ഒരാൾക്ക് ജോലി, 99 ഒരാൾക്ക് ജോലി. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്നത്. പഠിക്കുന്ന 99 ഒരാൾക്ക് ജോലി എന്നല്ല, എക്സാം എഴുതാൻ പോകുന്ന 99 ഒരാൾക്ക് ജോലി എന്നല്ല, മറിച്ച് അപ്ലൈ ചെയ്തേക്കുന്ന 99 ഒരാൾക്ക് ജോലി. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതിനകത്ത് എത്ര ലക്ഷം ആൾക്കാരായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്? എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ 2.5 ലക്ഷം ആൾക്കാരായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്. 2.5 ലക്ഷം ആൾക്കാർ മാത്രം എക്സാം എഴുതുമ്പോൾ അവിടെ ഇത്രയും പേർക്ക് ജോലി കിട്ടാം. ഇനി ഒരു കുട്ടി ഈ എക്സാമിന് സ്കിപ്പ് ചെയ്യണമെന്ന് സങ്കല്പിച്ചു. ഈ എക്സാം ഒന്നും ചിന്തിക്കുന്നില്ല, അടുത്ത എക്സാമിന് പഠിക്കാമെന്ന് വേണ്ടി വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2026 വരുന്ന നോട്ടിഫിക്കേഷൻ എടുക്കാം. ഏതാ വരാൻ പോകുന്നത്? ഇപ്പോൾ വരാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും. പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സെക്രട്ടറി നോട്ടിഫിക്കേഷൻ ഈ വർഷം വരും. ടോട്ടൽ എല്ലാം കൂടെ ചേർത്ത് എത്ര നിയമനങ്ങൾ നടക്കും? ഒരു 175 അഡ്വൈസ് പോകും. ഈ 175-ൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പാടാണ്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 4000-ൽ ഒരാളായാൽ മതി, പക്ഷെ ഇവിടെ 175-ൽ ഒരാളാവണം. അത് കഴിഞ്ഞ് 2027 വരുന്ന നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും, 600 അഡ്വൈസ് പോകും. സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരും, ഒരു 75 അഡ്വൈസ് പോകും. 675 നിയമനങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ 2027 വരുന്ന നോട്ടിഫിക്കേഷനിൽ പോലും. അപ്പോൾ അടുത്ത 2028-ലാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഈ ചാൻസ് മിസ്സാക്കിയാൽ അയാൾ അടുത്ത് നന്നായിട്ട് ചിലപ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു എക്സാം വരുന്നത് 2028-ലായിരിക്കും. ഞാൻ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമാണ്. അതിന്റെ പരീക്ഷ നടക്കുന്നത് 2029-ല്, അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2030-ല്. ആ റാങ്ക് ലിസ്റ്റിന് 2033 വരെ കാലാവധിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സാമിനെ നമ്മളൊന്ന് മിസ്സാക്കിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് പോകുന്നത് എത്ര വർഷങ്ങളാണ്? വർഷം ഇപ്പൊ 2026 ആയിട്ടുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതാണ്ട് 4-5 വർഷങ്ങൾ, 5 വർഷങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് 5 വർഷങ്ങളൊക്കെയാണ് കയ്യിൽ നിന്ന് മിസ്സാവാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കെ, ഈ 5 വർഷം കാത്തിരിക്കണോ, അതോ ഈ 56 ദിവസം പ്ലസ് മെയിൻസ് നന്നായിട്ട് പഠിക്കണം? തീരുമാനം നിങ്ങളുടേതാണ്. ഇതാണ് ഈ എക്സാമിന്റെ ഏറ്റവും വലിയ സാധ്യത. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഈ 56 ദിവസം കൊണ്ട് നമുക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെ, നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, ഒന്നും അറിയത്തില്ല, ഇതുവരെ എക്സാമിനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ സാധ്യത കുറവാണ്. സത്യസന്ധമായിട്ട് പറയാം. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണെങ്കിൽ, ഞാൻ തീരെ നിരാശപ്പെടുത്തുന്നില്ല, പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, സെറ്റാണ്, നിങ്ങൾ ഭയങ്കര ഐക്യമുള്ള ആൾക്കാരാണ് എങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുവരെ ഒന്നുപോലും തുടങ്ങിയിട്ടില്ലാത്ത ഒരാൾക്ക് മേ ബി പാടായിരിക്കും. അവര് അത് വരാൻ പോകുന്ന LDC ഫോക്കസ് ചെയ്യുന്നതിനും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരു കുട്ടി, പണ്ടൊരു സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എവിടെയോ വെച്ച് ബ്രേക്ക് കൊടുത്തൊരു കുട്ടി, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ സ്ട്രോങ് ആണ്, ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി, അങ്ങനെയുള്ളവർ, അവർക്ക് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. പ്രത്യേകിച്ച് പണ്ടെപ്പോഴും ഭയങ്കര ആവേശത്തോടെ നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാരണം കൊണ്ട് നിർത്തി തിരിച്ചൊരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നില്ലേ, എനിക്ക് കയറി വരണം, അങ്ങനെ ഒരു സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നില്ലേ, അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചാൻസ് ആണ്. നിങ്ങൾ ഇനിയുള്ള 56 ദിവസം പഠിച്ചാൽ പോലും പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഞാൻ ഈ മെയിൻസിന്റെ കേസ് പറയുന്നില്ല, ഈ പ്രിലിംസ് എക്സാമിന്റെ കേസ് പറയാം. ഇനിയുള്ള 56 ദിവസം മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. മെയിൻസ് എക്സാം, പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത മെയിൻസ് അല്ലേ. എല്ലാവരും ചിന്തിക്കും പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ മെയിൻസ് എന്നെ കൊണ്ട് പറ്റത്തില്ല. മക്കളെ, മെയിൻസിന് ഇതുവരെ ആരും പഠിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം മെയിൻസിന്റെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല, പുതിയ സിലബസ് ഇതുവരെ വന്നിട്ടില്ല മെയിൻസിന്റെ. കാര്യം സെക്രട്ടറി അസിസ്റ്റന്റ് സിലബസ് മാറി, ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മെയിൻസ് മേ ബി സിലബസ് മാറാം. ഓക്കെ, ആ സിലബസ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഒരാളും ഇതുവരെ മെയിൻസിന് വേണ്ടി അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രിലിംസിന് വേണ്ടി തന്നെയാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ കട്ട് ഓഫ് 43 മാർക്ക് 44 മാർക്കൊക്കെയാണ് പ്രിലിംസിന്റെ കട്ട് ഓഫ് വരുന്നത്. ഇത്തരം നിയമനം നടക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വലുതായിട്ട് കൂടത്തില്ല. അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഇംഗ്ലീഷ് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കാണ്. 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഒരു ദിവസം ഒരു ടോപ്പിക് വെച്ച് പഠിച്ചാൽ പോലും നമുക്ക് ഇംഗ്ലീഷ് തീർക്കാൻ പറ്റും. 20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് തീർക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് മലയാളം നോക്കുകയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. മാത്സ് നോക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. മലയാളം വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എടുക്കാൻ കാരണം കുഞ്ഞു ടോപ്പിക്കാണ്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഫുള്ള് കിട്ടിയില്ലെങ്കിലും 7 മാർക്കെങ്കിലും നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര മാർക്കായി? 60 മാർക്കായി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം തീർത്താൽ 50 മാർക്ക് കിട്ടും. ബാക്കിയുള്ള ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണെങ്കിൽ 7 മാർക്ക്, അങ്ങനെ 10 മാർക്ക്, അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇപ്പൊ ഫുള്ള് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. 40 മേടിക്കാൻ പറ്റും, 3 കൂടെ ചേർത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ
ഇതിനകത്ത് ഒരു 37 മാർക്ക് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി പഠിച്ചു തുടങ്ങിയാൽ പോലും 37 മാർക്ക് അവിടെ നമുക്ക് കിട്ടും. കാര്യം 56 ദിവസമുണ്ട്. അതിനുശേഷം ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഒരു 7 മാർക്ക്. സോ ടോട്ടൽ എത്ര മാർക്കായി? 44 മാർക്കായി. 44 മാർക്ക്. ഓക്കെ, ഇനി ജി കെ ബാക്കി 40 മാർക്കുണ്ട്. അതിലെ ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ തന്നെ, ഞാൻ മൊത്തം മാർക്കും പറയുന്നില്ല, പകുതി മാർക്ക് എടുക്കുകയാണ്. സോ 44 പ്ലസ് പകുതി 20, 64 മാർക്കായി. ഇതുവരെ കേരള പി എസ് സി നടത്ത ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനും 55 മേളിലൊന്നും കട്ട് ഓഫ് പോയിട്ടില്ല. കമ്പനി ബോർഡസിനൊക്കെ ആണെങ്കിൽ 50 താഴെ ആ കട്ട് ഓഫ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ പിടിക്കാൻ പറ്റും. ഒരു റീസ്റ്റാർട്ടിന് റെഡിയാണ്. എന്താണ് തടസ്സം? നിങ്ങൾ എന്താണ് പുറകിലോട്ട് വലിക്കുന്നത്? ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മുമ്പിലോട്ട് പോകും, തന്നെ പോകും. ഒന്ന് ആലോചിച്ച് നോക്കേ. ഇന്ന് നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് പഠിക്കാൻ ഇന്ന സംഭവമുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു ജയിലിൽ പിടിച്ചിട്ടേക്കാണ് ദൈവം. എന്നിട്ട് പറയാണ് രാവിലെ 5 മണിക്ക് എണീറ്റ് ഒരു 3 മണിക്കൂർ പഠിക്കണം. വൈകുന്നേരം ഒരു 8 മണി മുതൽ 10 മണി വരെ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ പടക്കോ എന്ന് പറഞ്ഞ് ദൈവം അടി തരും. ഓക്കെ, നിങ്ങൾ പഠിക്കത്തില്ലേ? ഉറപ്പായിട്ടും പഠിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കും. അപ്പോൾ ജോലി ഉള്ളവർക്ക് പോലും 5 മണിക്കൂർ എല്ലാ ദിവസവും മാറ്റി വെക്കാൻ പറ്റും. ഈ സമയത്തൊന്നും ആരും ജോലിക്ക് പോകുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒന്നും പഠിക്കാതിരിക്കാൻ. ഇനി എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി? നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എല്ലാ ദിവസവും മാറ്റി വെക്കണം. 56 ദിവസം മാറ്റി വെക്കുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്യണം. അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ മാറ്റി വെക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മണിക്കൂർ. ഒരു 5 മണിക്കൂറിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്താൽ തന്നെ ആ 5 മണിക്കൂറിൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ എടുക്കുകയാണ്. ഈ 5 മണിക്കൂറിനകത്ത് ഒരു 2 മണിക്കൂർ ഒരു പുതിയ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക. ഒരു പുതിയ ടോപ്പിക്, എല്ലാ ദിവസവും ഒരു പുതിയ ടോപ്പിക്ക്, ജി കെയിലെ ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതിനുശേഷം വരുന്ന 1.5 മണിക്കൂർ നോക്കുകയാണെങ്കിൽ റിവിഷന് വേണ്ടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് മാറ്റി വെക്കണം. റിവിഷൻ ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകത്തില്ല. എല്ലാ ദിവസവും 1.5 മണിക്കൂർ റിവിഷൻ. ഏറ്റവും ചുരുങ്ങിയത് 5 ടോപ്പിക്കുകളെങ്കിലും അതിനകത്ത് കവർ ചെയ്ത് പോകണം. പോട്ടെ 4 ടോപ്പിക്കെങ്കിലും അതിനകത്ത് കവർ ചെയ്ത് പോകണം. മക്കളെ, റിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ ടൈമർ സെറ്റ് ചെയ്യുക. 30 മിനിറ്റിന്റെ ടൈമർ സെറ്റ് ചെയ്യുക. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് വായിച്ച് പോകുന്നതിനാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വീണ്ടും ഇരുന്ന് കാണാതെ ഇരുന്ന് പഠിക്കുന്നതല്ല. ജസ്റ്റ് വായിച്ച് പോവുക. നമ്മൾ വീണ്ടും അത് വായിക്കുന്നുണ്ട്. സോ നമ്മുടെ മനസ്സിനകത്ത് അതെല്ലാം കാണും, ഒരിക്കലും പോകത്തില്ല. നമ്മുടെ മനസ്സിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മനസ്സിന്റെ പ്രശ്നം എങ്ങനെയാണ്? അവൻ എപ്പോഴും ഈ പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരിക്കലും പകുതി ഇട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഓടിച്ച് വായിച്ച് പോകുന്നത് അവന് ഇഷ്ടമല്ല. അവനെപ്പോഴും വളരെ സമാധാനത്തോടെ ഇരുന്ന് വായിച്ച് ഒരുപാട് സമയമെടുത്ത് നല്ല ആന്ന് പറഞ്ഞ് പോകുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം. ശരിക്കും അത് ചെയ്യരുത്. തന്നെ ബ്രേക്ക് ചെയ്താൽ പോവാം. 30 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക. ഓടിച്ച് വായിച്ചങ്ങ് പോവാം. എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും റിവിഷൻ കൊടുക്കുക. അടുത്ത ആഴ്ച വീണ്ടും റിവിഷൻ കൊടുക്കുക. സോ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് അത് കാണും. എക്സാമിന് മുമ്പ് ഒരു 5 തവണയെങ്കിലും ഒരു ടോപ്പിക്കിന്റെ റിവിഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സാധനങ്ങളെല്ലാം മനസ്സിനകത്ത് കാണും. ഓക്കെ, അപ്പൊ 2 മണിക്കൂർ പുതിയ ടോപ്പിക്ക് പഠിക്കുക, 1.5 മണിക്കൂർ റിവിഷൻ കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 1.5 മണിക്കൂർ നിങ്ങളൊരു ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു എക്സാം എഴുതുക. 1.5 മണിക്കൂറിന് എല്ലാ ദിവസവും ഒരു ഫുൾ എക്സാം നിങ്ങൾ എഴുതുക. സോ ഫുൾ എക്സാമിന്റെ ലക്ഷ്യം 1.5 മണിക്കൂർ എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും 2 ദിവസം ഒരിക്കലും ഒരു ഫുൾ എക്സാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ലക്ഷ്യം ഇതാണ്. മക്കളെ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 50 മാർക്ക് കിടക്കുകയാണ്. എല്ലാ ദിവസവും 20 മാർക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, 20 മാർക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, 10 മാർക്ക് മലയാളം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അതിന് റിവിഷൻ ആവശ്യം വരത്തില്ല. ഇംഗ്ലീഷിനോ മാത്സിനോ മലയാളത്തിനോ റിവിഷൻ വേണ്ടി വരത്തില്ല. എല്ലാ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത വൊക്കാബുലറി വരുമ്പോൾ ഒരു 10 എണ്ണം നിങ്ങൾ ഇമ്പോസിഷൻ ഇടുക. ഒരു ഓപ്പോസിറ്റ് തെറ്റുകയാണെങ്കിൽ 10 എണ്ണം പഠിക്കാം. ഒരു സിനോണിം തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കുക. ഒരു വൺ വേർഡ് തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കുക. ഒരു സ്പെല്ലിംഗ് തെറ്റാണെങ്കിൽ 10 എണ്ണം പഠിക്കുക. സോ ആ തെറ്റ് വരുമ്പോൾ പഠിക്കുന്ന ആ ഒരു സൈക്കോളജി മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഞാൻ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു അന്റോണിയം തെറ്റുമ്പോൾ ഞാനൊരു 10 എണ്ണം പഠിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പോസിഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ പതുക്കെ നമ്മളെ ഇമ്പോസിഷൻ എല്ലാം കുറഞ്ഞ വൊക്കാബുലറി മൊത്തം പഠിച്ച് സ്ട്രോങ് ആയിട്ട് മാറും. അപ്പോൾ മലയാളം വൊക്കാബുലറി മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇമ്പോസിനും കൂടെ ചേരുമ്പോൾ വൊക്കാബുലറി ഫുൾ അവിടെ കവറാം. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ആണെങ്കിലോ ഇംഗ്ലീഷും അതേപോലെ തന്നെ ആ വൊക്കാബുലറി ഏരിയ മൊത്തം നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. മാത്രമല്ല ആ ഗ്രാമർ ഏരിയ റിവിഷൻ പോലും കൊടുക്കണ്ടേ. ഇപ്പോൾ ടെൻസസിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ ടോപ്പിക്കാണ് റിവിഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്കാണ് വീണ്ടും ഇങ്ങനെ റിവിഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ വീണ്ടും വരത്തില്ല. അപ്പോൾ എത്ര മണിക്കൂറായി? 2, 3.5, 5 മണിക്കൂറായി. ഇനി അത് കഴിഞ്ഞ് ബാക്കി 1 മണിക്കൂർ അല്ലെങ്കിൽ കിട്ടുന്ന സമയം 1.5 മണിക്കൂർ എന്തോ ആയിക്കോട്ടെ, 1 മണിക്കൂർ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആദ്യം ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം.
ഇപ്പോൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് എല്ലാ ദിവസവും 1 മണിക്കൂർ ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക്ക് പഠിക്കുക, അല്ല എങ്കിൽ പിറ്റേ ദിവസം മാത്സിൽ ഒരു ടോപ്പിക്ക് പഠിക്കുക. മലയാളം പഠിക്കേണ്ട ആവശ്യം വരത്തില്ല, കാര്യം മലയാളം വൊക്കാബുലറിയാണ്. ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ അത് ഇമ്പോസിഷനും കിട്ടി നമ്മൾ മൊത്തം പഠിച്ചു തീർക്കും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ 56 ദിവസം കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും. മാത്സ് കംപ്ലീറ്റ് ആവും, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആവും, മലയാളം കംപ്ലീറ്റ് ആവും, GK ഹോട്ട് ടോപ്പിക്സ് മൊത്തം കഴിയും. മക്കളെ, ഇതുവരെ ചോദിച്ച, അതായത് 2021 മുതൽ 2025 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 13 ഡിഗ്രി പ്രിലിംസ് എക്സാം ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. 13 ഡിഗ്രി പ്രിലിംസ്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മുടെ വെബ്സൈറ്റിനകത്തും ടെലിഗ്രാമിലും എല്ലാം അവൈലബിൾ ആണ്. ഈ 13 ഡിഗ്രി പ്രിലിംസ് എക്സാം മൊത്തം അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മൊത്തം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന 50 ടോപ്പിക്കുകളാണ്. ഈ 50 ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, പ്രിലിംസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. 50 ടോപ്പിക്ക് ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാൽ തന്നെ 56 ദിവസം കൊണ്ട് നമുക്ക് ഈ 50 ടോപ്പിക്കുകൾ ഈസി ആയിട്ട് തീർക്കാം. അതിൽ ചില ടോപ്പിക്കുകൾ വലുതാണ്, ചില ടോപ്പിക്ക് ചെറുതാണ്, പക്ഷേ നമുക്ക് ഈ എക്സാമിനെ പിടിക്കാൻ പറ്റും, ഒരു ഡൗട്ടും അതിനകത്തില്ല. സോ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാം, മനസ്സിനെ ഉറപ്പിക്കുക. ഇനി പഠിച്ചു തുടങ്ങിയാലും ഈ എക്സാമിനെ പിടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, അവിടെ ഒരു കാര്യം മറക്കരുത്, ഒരിക്കലും സെൽഫ് ഡൗട്ട് ചെയ്യരുത്. എന്നെ കൊണ്ട് പറ്റൂ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. മക്കളെ, ആരാണ് മനുഷ്യൻ എന്നറിയാം? മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ എന്ത് വിചാരിച്ചാൽ, ഈ ലോകത്ത് എന്താഗ്രഹിച്ചാലും എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കാൻ പറ്റുന്നവനാണ് മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് എലോൺ മസ്കും നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം? പുള്ളി മാനിഫെസ്റ്റേഷൻ ചെയ്യും, ഓക്കെ എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, ആ ഒരു ആഗ്രഹം പുള്ളിക്കുണ്ട്, പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ പുള്ളിക്കൊന്നും കൂടുതൽ ദൈവം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് നെപ്പോളിയനും ഒരു സൈനികനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നെപ്പോളിയൻ ആ ലക്ഷ്യം അറിയാം, എനിക്ക് അവിടെ എത്തണമെന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി മാത്രം പുള്ളി വഴിവെട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു കാരണങ്ങളും പറയത്തില്ല, ഒരു എക്സ്ക്യൂസും പറയത്തില്ല, ഒന്നും പറ്റത്തില്ല, അവിടെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. അപ്പം മാനസികത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മനസ്സിന്റെ ബലമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തീയായിട്ട് വർക്ക് ചെയ്യുക, തീയായിട്ട് മുമ്പോട്ട് പോവുക, ലൈഫ് മൊത്തം മാറും. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ബാക്കി ആർക്കും പറ്റത്തില്ല. സോ പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിനകത്ത് അവർക്ക് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കണമെന്നുണ്ട്, അല്ലെ? എല്ലാ കാര്യത്തിനും നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ആഗ്രഹമില്ല എനിക്ക് പഠിച്ചു തുടങ്ങണം, അത് ആലോചിക്കുമ്പോൾ തന്നെ കമ്പനി ബോർഡസിൻ്റെ ജോലി, എല്ലാ മാസം 50,000 ശമ്പളം, സൂപ്പറാണ്. പക്ഷേ എല്ലാവരും പുറകിലോട്ട് പോകുന്നത് ഈ ഒരു സ്ഥലത്താണ്, പ്രോസസ്സ് എന്ന സ്ഥലത്താണ്. അതാർക്കും ഇഷ്ടമില്ല, ഒരിക്കലും ഇഷ്ടമല്ല. പ്രോസസ്സ് പഠിക്കണം, എല്ലാ ദിവസവും പഠിക്കണം, അതാരും ചിന്തിക്കത്ത പോലുമില്ല. പക്ഷേ ഈ പ്രോസസ്സാണ് എല്ലാവരുടെയും ജീവിതം മാറ്റുന്നത്. അതിനെ സ്നേഹിക്കുക, എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അച്ചടക്കം ഉണ്ടാക്കുക. 5 മണിക്കൂർ മാറ്റി വെച്ചോ. ചിലപ്പോൾ ആദ്യ ദിവസങ്ങളിൽ റിസൾട്ട് കിട്ടത്തില്ലായിരിക്കും, ആദ്യ ദിവസം ഭയങ്കര ടഫായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഉറപ്പാണ് 6ാമത്തെ ദിവസം ആ സാഹചര്യം മൊത്തം മാറും. ആ സാഹചര്യം മൊത്തം മാറിയിട്ട് നിങ്ങൾ പഠിക്കുന്നത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. 21 ദിവസം കഴിയുമ്പോൾ അതൊരു ഹാബിറ്റ് ആവും, അതൊരു ക്രൈസ് നിങ്ങൾ കണ്ടെത്തും. സോ ഈ അവസരം മിസ്സാക്കരുത്, പഠിച്ചു തുടങ്ങിക്കോണം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തന്നിരിക്കും. നമ്മുടെ സൂപ്പർ നോട്ട്സ് ഈ 3-ാം തീയതി, അതായത് മെനഞ്ഞാന്നയുടെ തലേ ദിവസം, ഈ 3-ാം തീയതി ഡിഗ്രി പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാമിനെ പിടിക്കാം. അവിടെ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, നിങ്ങൾക്ക് അവിടെ ഏറ്റവും നല്ല ക്ലാസ് കിട്ടിയിരിക്കും, ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല നോട്ട്സ്. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നോ ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് കൊടുത്ത് നോട്ട് ഉണ്ടാക്കുന്നത്? കാരണം ഒരു കുട്ടിയുടെ സമയത്തെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്തത്? നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അതായത് നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുമ്പോൾ ഇപ്പോൾ ഒരു 3 മണിക്കൂറിന്റെ ക്ലാസ് ആണ്, 1 മണിക്കൂറിന്റെ ക്ലാസ് കിട്ടും, 2 മണിക്കൂർ നമ്മൾ നോട്ട് എഴുതും, അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നോട്ട് എഴുതും, ബാക്കി കുറച്ച് ബ്രേക്ക്, കഥ പറച്ചിൽ, അങ്ങനെ അങ്ങ് പോയി കിട്ടും. സോ എഫക്റ്റീവ്ലി നമുക്ക് വലിയ പ്രയോജനം കാണത്തില്ല. പക്ഷേ നമ്മുടെ ഇവിടെ 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ 58 മിനിറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കണ്ടന്റ് ആയിരിക്കും, 58 മിനിറ്റും കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്കൊരു ടോപ്പിക് അറിയാം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് വായിച്ചാൽ മനസ്സിലാവും, ആ വായിച്ചാൽ മനസ്സിലാവുമെങ്കിൽ പിന്നെ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല.
അതിനകത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം അതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വൊക്കാബുലറി അതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ക്ലാസ് കാണേണ്ട ആവശ്യം പോലും വരത്തില്ല, വളരെ പെട്ടെന്ന് ആ ടോപ്പിക്കുകൾ മൊത്തം തീർക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല നോട്ട്സ് മാത്രമല്ല ഒരു ടെസ്റ്റ് പാക്ക് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ 56 ദിവസങ്ങൾ മാറ്റി വയ്ക്കാൻ റെഡി ആണെങ്കിൽ കൂടെ കൂടിക്കും, ഞങ്ങൾ നിങ്ങളെ പ്രിലിംസ് കടത്തി തരാം. അതിനുശേഷം മെയിൻസ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ബാച്ചിൽ കാണാം, ക്ലാസ്സിൽ കാണാം നമുക്ക്. സോ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. മറക്കണ്ട, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പിച്ചോ. അപ്പോൾ ക്ലാസ്സിൽ കാണാം. അവിടെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ട്. ഒരു തരത്തിൽ നിങ്ങളെ പുറകിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ക്ലാസ്സിൽ